ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരൊന്നുമില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഡെയിലി നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന പാലിൽ നിന്ന് വെണ്ണ, മോര്, നെയ്യ്, ഫ്രഷ് ക്രീം ഞാൻ എങ്ങനെ ഈസി ആയിട്ട് എടുക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അന്നേരം സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തൂടെ, പാലിൽ നിന്ന് എങ്ങനെ പാൽപ്പാട എടുക്കുന്നത് എന്ന് കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പാല് കിട്ടുന്നതാണെങ്കിൽ ആർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഡെയിലി വൈകുന്നേരമാണ് എൻ്റെ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല പാലാണ്. അപ്പോൾ പാല് കൊണ്ടുവന്ന പാടെ തന്നെ ഞാൻ കാച്ചി വെക്കലാണ്. അപ്പോൾ പാല് കാച്ചാൻ വേണ്ടി ഏറ്റവും നല്ലത് സ്റ്റീലിൻ്റെ പാത്രമാണ്. അലുമിനിയത്തിൻ്റെ പാത്രം എടുക്കാത്തതാണ് നല്ലത്. ഞാൻ കാച്ചുന്നത് സ്റ്റീലിൻ്റെ കുക്കറിലാണ്. ഇത് പാലിൻ്റെ കുക്കറാണ്. അപ്പോൾ ഈ കുക്കറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ കാച്ചുന്നതെന്ന് വെച്ചാൽ തിളച്ച് മറിയൂല. ഇത് തിളക്കാറാവുമ്പോൾ വിസിലടിക്കും. അപ്പോൾ നമുക്ക് ഒരു 3-4 മിനിറ്റ് വിസിലടിച്ചതിന് ശേഷം ഓഫാക്കിയാൽ മതി. അതുകൊണ്ട് മാത്രമാണ് കുക്കർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും കാച്ചാം കേട്ടോ, സ്റ്റീലിൻ്റെ. ഇതിപ്പം പാല് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സാധാ പാത്രത്തിലാണ് പാല് കാച്ചാൻ വെച്ചതെന്ന് വെച്ചാൽ സാധാരണ തിളക്കും പോലെ തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കുക. ഇതിപ്പോൾ കുക്കർ ആയതുകൊണ്ട് തന്നെ വിസിലടിക്കും. ആ വിസിൽ ഞാൻ വീഡിയോയിൽ കേൾപ്പിക്കാം. ഇതിപ്പോൾ ഞാൻ വിസിൽ അടിച്ച പാടെ ഓഫാക്കിയതല്ല. ഈ വിസിൽ വന്നതിന് ശേഷം ഒരു 4-5 മിനിറ്റ് വിസിലടിച്ചതിന് ശേഷമാണ് ഓഫാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ തിളപ്പിക്കുമ്പോഴും ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചധികം പാൽപ്പാട കിട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ഒരു 5 മണിയെല്ലാം ആകുമ്പോഴാണ് പാല് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു 8 മണി എല്ലാം ആകുമ്പോഴേക്കും ഇതുപോലെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് നല്ല കട്ടിയിൽ പാൽപ്പാട ഫോം ചെയ്യുന്നത്. പുറത്ത് വെച്ചാൽ നേരിയ പാൽപ്പാട മാത്രമേ കിട്ടുള്ളൂ. ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ് നല്ലോണം പാലിൻ്റെ പാട മുകളിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വീട്ടിൽ നിന്ന് വാങ്ങുന്ന പാലായതുകൊണ്ടാണ് ഇത്രയും പാൽപ്പാട. പിന്നെ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലിൽ നിന്ന് കിട്ടലുണ്ടെന്ന് പറയുന്ന കേൾക്കലുണ്ട്. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ പാക്കറ്റ് പാലിൽ നിന്ന് ഇങ്ങനെ പാൽപ്പാട കിട്ടൂല. അതിൻ്റെ ഫാറ്റ് മൊത്തത്തിൽ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് പാക്കറ്റ് പാല് കിട്ടുന്നത്. പിന്നെ പാലിൽ വെള്ളം ഒഴിച്ചിട്ട് വീട്ടിൽ നിന്ന് തരുന്ന പാലിൽ നിന്നും പാൽപ്പാട കിട്ടൂല. നല്ല ഒറിജിനൽ പാലിൽ നിന്ന് മാത്രമേ ഇതുപോലെ നല്ല കട്ടിയിൽ പാൽപ്പാട കിട്ടുള്ളൂ. ഇനി ഈ പാൽപ്പാട മുകളിൽ നിന്ന് മൊത്തത്തിൽ ഞാനൊരു ബോക്സിലേക്ക് മാറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ നല്ല കട്ടിയുള്ള നല്ലൊരു ബോക്സിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ പാൽപ്പാട ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് തൈരോ മോരോ ഒന്നും ഒഴിക്കാറില്ല. ഇനി നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തൈരോ മോരോ ഒഴിച്ചിട്ട് ഇതുപോലെ പാൽപ്പാട ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് തന്നെ പാൽപ്പാട കിട്ടിയിട്ടുണ്ട്. ഇത് 1 മാസത്തെ പാൽപ്പാടയാണ്. പിന്നെ ഇത് ഫ്രീസറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല കല്ല് പോലെയാണ് ഉണ്ടാവല്. അപ്പോൾ ഞാൻ തലേ ദിവസം രാവിലെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റീനി. ഒരു 24 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി 24 മണിക്കൂറിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലോണം തണുത്ത പാൽപ്പാടയാണ്. ഞാൻ പുറത്തൊന്നും വെച്ചിട്ടില്ലല്ലോ. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരു 3-4 പ്രാവശ്യം ഇട്ട് കൊടുക്കാനുണ്ടാവും. മിക്സീൻ്റെ ഒരു 3/4 ഭാഗം ഇട്ട് കൊടുത്തിട്ട് നല്ല തണുത്ത
വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ നല്ലോണം തണുപ്പ് വേണം. ഇനി തണുപ്പ് കുറഞ്ഞതാണെങ്കിൽ അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നല്ല തണുപ്പ് വേണം, എന്നാലാണ് കേട്ടോ പെട്ടെന്ന് ബട്ടറായിട്ട് കിട്ടൽ. അപ്പോൾ ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിക്കണ്ട, ആ ഒരു പാൽപ്പാടക്ക് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക സെയിം ലെവലിൽ. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടൽ. ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ പാൽപ്പാടനെ കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഫ്രീസറിലാണ് പാൽപ്പാട വെക്കുന്നതെങ്കിൽ 1 മണിക്കൂർ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫ്രഷ് ക്രീമായിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് അടിക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടൽ. അപ്പോൾ അതിലേക്ക് വീണ്ടും നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കാൻ നോക്കുക. ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ പുറത്ത് വെച്ചിട്ട് തണുപ്പ് കുറഞ്ഞ വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ല തണുത്ത വെള്ളമാണെങ്കിലും അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിക്കുമ്പോഴാണ് പെട്ടെന്ന് ബട്ടറായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത് ഒന്ന് അടിക്കുമ്പം തന്നെ അതിൽ നിന്ന് ബട്ടറെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ പാല് പോലത്തെ വെള്ളം മുകളിലേക്ക് തെറിച്ച് വരുന്നത് പോലെ കാണാൻ പറ്റും. അപ്പോൾ അന്നേരം ബട്ടറായി എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ സൗണ്ടിലും വ്യത്യാസം വരും മിക്സീൻ്റെ. ഇതിപ്പോൾ ബട്ടറായിട്ട് വന്നിട്ടുണ്ട്. മുകളിലേക്ക് ആ പാലിൻ്റെ വെള്ളം മുകളിലേക്ക് ഇങ്ങനെ തെറിച്ച് വരുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നാലാണ് ഓഫാക്കി കൊടുക്കൽ. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലോണം അടിച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മിക്സീൻ്റെ ഒരു പകുതി മാത്രമേ ഇട്ടിട്ട് അടിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ 1/4 ഭാഗം ഇട്ടാൽ കുറച്ച് സമയം അടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഇതെന്താ ബട്ടറായിട്ട് വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷനാവും. അപ്പോൾ അതുമല്ല, രാവിലെ തന്നെ അടിക്കാൻ നോക്കുക. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് കാലാവസ്ഥ നല്ല ചൂടുള്ള സമയത്തൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ബട്ടർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാല് പോലെ കാണുന്നത് മോരായിട്ട് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിപ്പയിലേക്ക് ഇടണമെന്നൊന്നുമില്ല. ആ ബട്ടർ നല്ലോണം നീക്കിയിട്ട് ആ പാല് പോലത്തെ വെള്ളം വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണ് നെയ്യ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ പാല് പോലെ കാണുന്ന ഇതിലേക്ക് ഞാൻ ഉറയൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ ഇത് മോരായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തൈരോ മോരോ ഒഴിച്ചിട്ട് 24 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ല മോരായിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ബട്ടറിലേക്കും നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതിപ്പോൾ 3-4 പ്രാവശ്യം അടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പുറത്ത് വെച്ചാൽ പെട്ടെന്നൊരു മെൽറ്റായ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം തണുത്ത വെള്ളത്തിൽ ഐസ് ഇട്ടിട്ട് ഈ ബട്ടറിലേക്കും ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം ബട്ടറും കിട്ടിയിട്ടുണ്ട്, മോരും കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം വേണമെങ്കിൽ ആദ്യം ഒന്ന് തണുത്ത വെള്ളത്തിൽ അടിച്ചിട്ട് കിട്ടിയിരുന്ന ആ ഒരു ക്രീം പോലത്തെ സംഭവമാണ് ഫ്രഷ് ക്രീം. ഇനിയിപ്പം ബാക്കിയെല്ലാം ഇതുപോലെ അടിച്ചെടുക്കലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ബട്ടർ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്ര അധികം ഒന്നിച്ച് ചെയ്യാതെ ഒരു മിക്സിയിൽ ഒരു പകുതിയോളം വരുന്ന ആ ഒരു അളവിൽ പാൽപ്പാട കിട്ടിയ പാടെ ചെയ്ത് നോക്കാം. ഒരുപാട് ആദ്യം തന്നെ എടുത്തിട്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം പെട്ടെന്ന് അങ്ങനെ കിട്ടൂല. ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മെത്തേഡും കാര്യങ്ങളും പഠിക്കുന്നത്. പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്നോട് എൻ്റെ റിലേഷൻസിലുള്ള കുറച്ച് പേരെന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കിട്ടുന്നില്ല, ബട്ടറായിട്ട് വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയാണ് നല്ല തണുത്ത വെള്ളത്തിൽ അടിക്കാൻ നോക്കുക. മിക്സി ഫുള്ളായിട്ട് ഇടാണ്ടിരിക്കുക. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഒരു മിക്സിൻ്റെ പകുതി മാത്രം ആയതിനു ശേഷം ഒരു പ്രാവശ്യം ഇട്ടടിക്കാൻ മാത്രം ഇല്ലരം ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ മൊത്തത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മോരും വെള്ളം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തൈരും കൂടെ ഒഴിച്ചിട്ട് വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ നല്ല മോരായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇത്രയും ബട്ടറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ 2 മാസമായി നെയ്യ് ഉണ്ടാക്കാതെ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ബട്ടർ. അപ്പോൾ നേരത്തെ കാണിച്ച ബോക്സില്ലേ അതുപോലത്തെ 2 ബോക്സിൽ പാൽപ്പാട ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അതുപോലത്തെ ഒരു ബോക്സിലാണെങ്കിൽ ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ലേറ്റായി പോയതാണ്. 2 മാസം മുമ്പേ നോമ്പിൻ്റെ തലേ ദിവസത്തെ റമദാൻ പ്രിപ്പറേഷൻ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്നേരമാണ് കേട്ടോ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്
ഉണ്ടായിന്. പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെയെല്ലാം ഇങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തത്. ഇനി ഈ ബട്ടർ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. ഈ പാലിൻ്റെ കണ്ടൻറ്റ് മൊത്തത്തിൽ അതിൽ നിന്ന് കളയണം. എന്നാലാണ് നല്ല നെയ്യായിട്ട് കിട്ടൽ. പുറത്ത് തന്നെ ഒരു വർഷം വെച്ചാലും കേടായിട്ട് പോകില്ല. ഇതുപോലെ പാലിൻ്റെ കണ്ടൻറ്റ് ഒന്നും കളയാതെ നെയ്യ് ഉരുക്കുമ്പോഴാണ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് പേരിങ്ങനെ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുറത്ത് വെച്ചാൽ ചീത്തയായിട്ട് പോകുന്നതുകൊണ്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. ഒരു വർഷം പുറത്ത് വെച്ചാലും ഒന്നും ആവില്ല, പുറത്ത് തന്നെ വെക്കാം. ബട്ടർ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കൽ, ഫ്രീസറിൽ വെക്കലൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാലും മതി കേട്ടോ. ഞാൻ ഒരു 2-3 മാസം വെച്ചാലും ഒന്നും കേടായിട്ടോ ഒന്നും പോകുന്നൊന്നുമില്ല. ഇതുപോലെ പാലിൻ്റെ കണ്ടൻറ്റ് മൊത്തത്തിൽ അതിൽ നിന്ന് കളയണം. ഞാനിപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കളയുന്നുണ്ട്. നല്ല ക്ലിയർ വെള്ളം ആകുന്നത് വരെ കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബട്ടർ നമ്മൾ ഏത് പാത്രത്തിലാണ് നെയ്യ് ആക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. ആ പാത്രം മൊത്തത്തിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പം അത്ര തന്നെ വേസ്റ്റ് ആവുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഏത് പാത്രത്തിലാണ് നെയ്യ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ബട്ടർ മാറ്റിയെടുക്കലാണ്. നമുക്ക് എത്രയാണ് ബട്ടർ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ബോക്സിലേക്ക് എടുത്ത് വെക്കലാണ്. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ മാത്രമാണ് ബട്ടർ പുറത്ത് നിന്ന് വാങ്ങിയത് കാണിക്കുന്നത്. നമ്മൾ വീട്ടിൽ എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഈ ഒരു ബട്ടർ തന്നെയാണ്. അങ്ങനെ ഫ്രഷ് ക്രീമും ഞാൻ ഉപയോഗിക്കലുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അളവൊന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് പുഡിങ്ങിൻ്റെ വീഡിയോയിലെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങുന്ന ബട്ടർ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ആവശ്യത്തിനെല്ലാം ബട്ടർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇതിൽ നിന്ന് ബട്ടർ കുറച്ച് മാറ്റിയതിന് ശേഷം ഇത്രയും ബട്ടറാണ് ഞാൻ മെൽറ്റാക്കാൻ വെക്കുന്നത്. ഇത് മെൽറ്റായിട്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ബട്ടർ മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ എല്ലാം നല്ലോണം മെൽറ്റ് ആയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് ആ ടൈമിൽ വേറെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പം ബട്ടർ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ മെൽറ്റ് ആവാനുണ്ട്. ഇത് മെൽറ്റായിട്ട് വന്നാൽ ഓരോ സ്റ്റേജായിട്ടാണ് കേട്ടോ കിട്ടൽ. ആദ്യം ഈ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇതുപോലെ വൈറ്റ് കളറിൽ മേലെ ഇങ്ങനെ ഫോം ചെയ്യും. ഇനി കുറച്ചും കൂടെ ഇളക്കിക്കൊണ്ട് നിന്നാൽ ഇതുപോലെ മഞ്ഞ കളറിൽ ഉണ്ടാവും. അതും കുറച്ചും കൂടെ ഇളക്കണം. ഇത് കുറേ ടൈം എടുത്തിന് കേട്ടോ. 1 മണിക്കൂർ, കറക്റ്റ് 1 മണിക്കൂർ എടുത്തിന്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ നെയ്യ് ഉണ്ടാക്കുമ്പം അടി കട്ടിയുള്ള വേറെ സ്മെല്ലൊന്നും ഇല്ലാത്ത പാത്രം തന്നെ എടുക്കാൻ നോക്കാം. ഡെയിലി കറിയെല്ലാം വെക്കുന്ന പാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കുന്നത് നല്ലത്. അടിക്ക് പിടിക്കുന്ന പാത്രമെല്ലാം ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ യെല്ലോ കളർ ചേഞ്ച് ആയിട്ട് ഓയിലിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നല്ലോണം ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ബബിൾസെല്ലാം ഇങ്ങനെ പൊങ്ങി മേലോട്ട് വരും. ആ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഓഫാക്കേണ്ടത്. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇളക്കുമ്പം അടിവശത്ത് അതിൻ്റെ വേസ്റ്റെല്ലാം ഇങ്ങനെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ടാവും. ആ ടൈമിലാണ് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് ഈ പത. അപ്പോൾ ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം. ഇതുപോലെ പൊങ്ങി വരുന്ന സമയമാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടൈം. ആ ടൈമിൽ തന്നെ ഓഫാക്കി കൊടുത്താലാണ് ആ കറക്റ്റ് യെല്ലോ കളറിൽ തന്നെ നെയ്യ് കിട്ടൽ. പിന്നെയും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിക്കൊണ്ട് നിന്നാൽ കുറച്ച് ഡാർക്ക് കളറിലാണ് നെയ്യ് കിട്ടൽ. വേറെ കുഴപ്പമൊന്നുമില്ല. അടിവശത്തുള്ള ആ വേസ്റ്റെല്ലാം കരിഞ്ഞിട്ട് ഒരു ഡാർക്ക് കളറായിട്ട് കിട്ടും. അതും നല്ല നെയ്യ് തന്നെയാണ്, നല്ല മണവും ഉണ്ടാവും. പക്ഷെ കറക്റ്റ് ആ യെല്ലോ കളറിൽ കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ ഓഫാക്കി കൊടുക്കുക. പൊങ്ങി മുകളിലോട്ട് വരും. ഇതിപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ പതയെല്ലാം നല്ലോണം താഴ്ന്നു പോയിട്ട് മൊത്തത്തിൽ എണ്ണ നല്ലോണം തണുത്തതിന് ശേഷമാണ് കുപ്പിയിലേക്ക് ആക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ക്യാമറ ഓണാക്കിയിട്ട് ഈ വീഡിയോൻ്റെ സ്പീഡ് ഞാൻ കൂട്ടീന്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. അത് മെല്ലെ താഴ്ന്ന് കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ഇതുപോലെ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വേസ്റ്റിൻ്റെ കളറ് ആ ഒരു കറക്റ്റ് കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നല്ല യെല്ലോ കളറിൽ തന്നെയാണ് കിട്ടൽ. ആ ഒരു പതഞ്ഞ് പൊങ്ങി വരുന്ന ആ ഒരു
സമയമാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് സമയം. നമ്മൾ ഫ്ലെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു വലിയ ഗ്ലാസ് ബോട്ടിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് സ്റ്റോർ ചെയ്യാൻ നല്ല കട്ടിയുള്ള എയർ ടൈറ്റുള്ള ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കാൻ നോക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊന്നും സ്റ്റോർ ചെയ്യാത്തതാണ് നല്ലത്. ഇതിപ്പോൾ നെയ്യ് നല്ലോണം തണുത്തതിന് ശേഷമാണ് കുപ്പിയിലാക്കിയത്. ഇനി ഒരു ദിവസം റൂം ടെമ്പറേച്ചറിൽ വെച്ചാലാണ് ഈ കളറെല്ലാം ചേഞ്ച് ആയിട്ട് കറക്റ്റ് ആ ഒരു നെയ്യിൻ്റെ യെല്ലോ കളറായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറിന് ശേഷം കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടിലിപ്പോൾ നല്ല ചൂടല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം എടുക്കും ഇത് നല്ല കട്ടിയിൽ സെറ്റായിട്ട് വരണമെങ്കിൽ. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനെ കിട്ടുന്നത്. എനിക്കിതുപോലെ ഓയിൽ പോലെ നിൽക്കുന്ന നെയ്യാണ് ഇഷ്ടം. നല്ലോണം സെറ്റായിട്ട് ഇങ്ങനെ പുഡിങ് പോലെ സെറ്റായിട്ടുള്ള ആ ഒരു നെയ്യിനേക്കാളും ഇതുപോലെയാണ് ഇഷ്ടം. ഇതുപോലെ തരി പോലെ വരുന്നതാണ് ഇഷ്ടം. എന്നാലും 2 ദിവസം കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സെറ്റാവും. ഇതിപ്പോൾ ഈ ഒരു കുപ്പി പുതിയ കുപ്പിയാണ്. നല്ല എയർ ടൈറ്റ് പോലെ തോന്നിയിട്ട് അതിലൊഴിച്ചതാണ്. പക്ഷേ എനിക്കെന്തോ ഒരു എയർ ടൈറ്റ് അല്ലാത്തതുപോലെ തോന്നിയിട്ട് വേറൊരു കുപ്പിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫാക്കിയാലാണ് ഈ ഒരു കളറിൽ നെയ്യ് കിട്ടുന്നത്. കുറച്ചും കൂടി ടൈം വെച്ചാൽ നെയ്യിന് കുഴപ്പമൊന്നും വരില്ല, പക്ഷേ ആ ഒരു കളറ് ചേഞ്ച് ആയിട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഡെയിലി വാങ്ങുന്ന പാലിൽ നിന്ന് എളുപ്പത്തിൽ നെയ്യ്, വെണ്ണ, മോര്, തൈര്, ഫ്രഷ് ക്രീം ആർക്കും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇനിയിപ്പോൾ കുക്കറിനെ കുറിച്ച് ഞാൻ പറയാം. ഇതാണ് കേട്ടോ പാലിൻ്റെ കുക്കർ. ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം കാണിക്കുന്നതാണ്. എന്നോട് 2-3 പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വ്ളോഗ് കണ്ടവർ, അത് കുക്കർ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് പറയുമെന്ന്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ വിസിലുണ്ടാവും. ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് വെക്കേണ്ടത്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം എന്നില്ല. ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാവും. നമ്മൾ പാലൊഴിക്കുമ്പം ഒന്ന് കുലുക്കി നോക്കുക. വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഇതുപോലെ പൈപ്പിന് കാണിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കുക്കറിൽ വെള്ളം തീരെ ഒഴിക്കാതെ അറിയാതെ വെച്ച് പോയിനെങ്കിൽ കുക്കർ കത്തിപ്പോവും. അപ്പോൾ അതുപോലെ ഞാൻ അറിയാതെ ഒരിക്കൽ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെയാണ് അടിയിലത്തെ കളർ അങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതാണ്. അല്ലെങ്കിൽ കത്തിപ്പോവും, പിന്നെ കുക്കർ യൂസ് ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടുത്തെ പണിക്കാരുടെ സൗണ്ടാണ് ഇടയ്ക്കെല്ലാം കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല പാല് വീട്ടിൽ കിട്ടിയിട്ടും ഇതുവരെ നെയ്യ്, വെണ്ണ ഇതൊന്നും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിനെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസോ വ്ളോഗ്സോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.